ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് പ്ലസ് 5y ഈസ് ഈക്വൽ ടു ഇ റീസ് ടു മൈനസ് ടി സൈൻ ടി y ഓഫ് 0 ഈസ് ഈക്വൽ ടു 0 y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 1. അപ്പോൾ ലാപ്ലേസ് വെച്ചിട്ട് നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? രണ്ട് സൈഡിലും എൽ അപ്ലൈ ചെയ്യാം. ഞാൻ രണ്ട് സൈഡിലും എല്ല് കൊടുത്തു. പിന്നെയോ നമുക്ക് അവിടെ കോൺസ്റ്റൻ്റ് ഒക്കെ വരുന്നതിന് നമ്മൾ പുറത്തെടുക്കാം. ഇവിടെ 2y ഡാഷ് എന്ന് 2നെ പുറത്തെടുത്തു. ഇവിടുന്ന് 5y എന്ന് 5നെ ഞാൻ പുറത്തെടുത്തു. ഇനി എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? എൽ ഓഫ് വൈ ഡബിൾ ഡാഷ്, എൽ ഓഫ് വൈ ഡാഷ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ, അതായത് എൽ ഓഫ് വൈ ഒഴികെ ബാക്കി വരുന്ന ഇങ്ങനത്തെ ഡെറിവേറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കണം? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ആദ്യം തന്നെ ഞാൻ എഴുതി തന്നിട്ടുണ്ട് എന്താണ് എൽ ഓഫ് വൈ ഡബിൾ ഡാഷും എന്താണ് എൽ ഓഫ് വൈ ഡാഷ് എന്നും. അതൊന്നും കൂടി ഞാൻ എടുത്തെഴുതി. ഇത് നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളതാ. പിന്നെ നമുക്കിതാ ഇതിൻ്റെ ലാപ്ലേസ് പറയണം അല്ലേ. അപ്പം എൽ ഓഫ് ഇ റീസ് ടു മൈനസ് 80 സൈൻ ബി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് വേണ്ടത് എൽ ഓഫ് ഇ റീസ് ടു മൈനസ് ടി സൈൻ ടീൻ്റെ ലാപ്ലേസാണ് വേണ്ടത് അല്ലേ. ടീൻ്റെ കൂടെ എന്താണുള്ളത്? അതായത് മൈനസ് ടീൻ്റെ കൂടെ എന്താണുള്ളത്? അതാണ് എ. ഇവിടെ മൈനസ് ടീൻ്റെ കൂടെ എന്താ ഉള്ളത്? ഇൻറ്റു 1 ആണ്. കാരണം എന്താ? മൈനസ് ടി ഇൻറ്റു 1 ആണ് മൈനസ് ടി അല്ലേ. അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ 1 ആണ്. അപ്പം ഇവിടെ എക്ക് പകരം എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. ഇനി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ടി. ഇവിടെ ടീൻ്റെ കൂടെ എന്താണ് ഉള്ളത്? അതാണ് ബി. ഇവിടെ ടീൻ്റെ കൂടെ എന്താ ഉള്ളത്? 1 ഇൻറ്റു ടി ആണ് ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1 ഇതാ. അപ്പോൾ ഇവിടെ ടി മാത്രമേ ഉള്ളൂ. ടീനെ എങ്ങനെ എഴുതാം? 1 ഇൻറ്റു ടി. സോ 1 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ബി. അപ്പം ഞാൻ ബിക്ക് പകരം 1ഉം എക്ക് പകരം 1ഉം കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ലാപ്ലേസ് കിട്ടിയല്ലോ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂന്നും നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് എസ് ഇൻറ്റു വൈ ഓഫ് 0 മൈനസ് വൈ ഡാഷ് ഓഫ് 0 പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ ഡാഷ് എന്താണെന്ന് എടുത്തെഴുതാം. എസ് ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് വൈ ഓഫ് 0 പ്ലസ് 5 ഇൻറ്റു എൽ ഓഫ് വൈ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അതായത് ഈ ഇക്വേഷനിൽ ഇതിനും നമ്മൾ എന്ത് കൊടുത്തു? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇക്വൽ ടു എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് എസ് ഇൻറ്റു 0. വൈ ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. മൈനസ് വൈ ഡാഷ് ഓഫ് 0 1 ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പ്ലസ് 2 ഇൻറ്റു എസ് ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് 0 പ്ലസ് 5 ഇൻറ്റു എൽ ഓഫ് വൈ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് 1. ഈ ടേം എന്തായിപ്പോയി? 0 ആയിപ്പോയി. പ്ലസ് 2 ഇൻറ്റു ഇതെന്താ വരിക? എസ് ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഇൻറ്റു എൽ ഓഫ് വൈ പ്ലസ് 5 ഇൻറ്റു എൽ ഓഫ് വൈ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഇനി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എൽ ഓഫ് വൈ വരുന്ന ടേംസ് ഒക്കെ നമ്മൾ പുറത്തെടുക്കുന്നു അല്ലേ. അല്ലെങ്കിൽ എൽ ഓഫ് വൈ വരുന്ന ടേംസ് അല്ല, എൽ ഓഫ് വൈനെ നമ്മൾ പുറത്തെടുക്കുന്നു. എൽ ഓഫ് വൈനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഇനി ആരോ ഉള്ളൂ? എസ് സ്ക്വയർ. ഇവിടെ ഇനി ആരോ ഉള്ളൂ? 2s. ഇവിടെ ആരാ ഉള്ളത്? 5. ബാക്കി എൽ ഓഫ് വൈ ഇല്ലാത്ത ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ -1 ആണല്ലോ. അതവിടെ അങ്ങിട്ട് കൊടുക്കാം. അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഇനി നമുക്കറിയാം നമ്മൾ എൽ ഓഫ് വൈനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എൽ ഓഫ് വൈ ഒഴികെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ അവിടുന്ന് മാറ്റണം. സോറി, എൽ ഓഫ് വൈ ഒഴികെയല്ല, വൈനെ കണ്ടുപിടിക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ വൈ ഒഴികെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ അവിടുന്ന് മാറ്റണം. ആദ്യം ഞാൻ എന്ത് ചെയ്യുക? ഈ 1നെ അങ്ങോട്ടേക്ക് മാറ്റുക കേട്ടോ. അതായത് ആ ഇവിടെ ഉണ്ടായിരുന്ന -1 ഇപ്പുറത്തോട്ടേക്ക് വന്നപ്പോൾ അതെന്തായി? +1 ആയി. ഇനി ഇത് ഇൻറ്റു ചെയ്യാൻ നിങ്ങൾക്കറിയാലോ. എങ്ങനെയാണ് ചെയ്യാം? 1 പ്ലസ് ഈ 1നോട് ഇത് ഇൻറ്റു ചെയ്താൽ 1 ഇൻറ്റു എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ്. ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ. ഇപ്പം 1 + 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2നെ ഇങ്ങോട്ടേക്ക് ഗുണിച്ചു. ബാക്കി എന്താ അവിടെ ഉള്ളത്? ഒരു +1/2. അത് അതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ബൈ മൊത്തത്തിലാക്കണം എന്നുള്ളൂ. അതേപോലെ ഞാൻ എന്ത് ചെയ്തു? ഇതിനോട് ഗുണിച്ചിട്ട് ഇവിടെ എഴുതി. ബാക്കി ഇവിടെയുള്ള 1ഉം ഈ പ്ലസും അടിയിലുള്ള സാധനവും ഞാൻ അതേപോലെ എഴുതി കൊടുത്തു. അങ്ങനെയാണിത് ചെയ്യാം. ഇനി
ഇനി എൽ ഓഫ് വൈൻ്റെ അടുത്ത് നിന്ന് ആരെ കൊണ്ടുപോകാം? ദാ ഈ സാധനത്തിനെ ഇങ്ങോട്ടേക്ക് എടുക്കും. അപ്പോൾ ഇതിവിടെ ഗുണിച്ചതായതുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ എന്താകും? ഹരണമാകും. എസ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യായിരുന്നു അല്ലേ? ഇപ്പോൾ നമുക്ക് 1 പ്ലസ് 3/2 നമുക്ക് എങ്ങനെ എഴുതാം? 1/2 പ്ലസ് 3/2 എന്ന് എഴുതാം അല്ലെ? ഈ നടുക്കുള്ള പ്ലസ് വെച്ചിട്ട് അങ്ങ് സ്പ്ലിറ്റ് ആക്കാം. അതേപോലെ ഞാൻ ഈ പ്ലസ് വെച്ചിട്ട് സ്പ്ലിറ്റ് ആക്കും. അപ്പോൾ എന്താ എനിക്ക് വരിക? 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ പ്ലസ് എസ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 ഇൻറ്റു എസ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ. അതായത് ഇത് ഞാനിപ്പോൾ രണ്ടാമത് എഴുതി പോയെന്നേ ഉള്ളൂ, ഒന്നുമില്ല. ഇവിടെയും വരുമല്ലോ അല്ലേ? എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5. അതായത് സ്പ്ലിറ്റ് ചെയ്യുമ്പം മേലെയുള്ളത് മാത്രമേ സ്പ്ലിറ്റ് ആകുള്ളൂ, അടിയിലുള്ളത് അതുപോലെ എഴുതി കൊടുക്കണം കേട്ടോ. അടിയിലുള്ളത് എന്താണോ അത് രണ്ടിനും ഒരുപോലെ എഴുതി കൊടുക്കണം. ഇനി ഇത് ഇവിടെയുണ്ട് ഇവിടെയുണ്ട് അല്ലെ? എസ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയറും എസ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയറും വെട്ടിപ്പോയാൽ പിന്നെ അവിടെ എന്താ ഉള്ളത്? 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 ഇൻറ്റു എസ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5. അപ്പം എൽ ഓഫ് വൈ സമം നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ എസ് പ്ലസ് വൺ ഹോൾ സ്ക്വയറിനെ എന്താ എക്സ്പാൻഡ് ചെയ്തു. നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്ക്, ഇവിടെ 5 ഞാൻ ഇതിനൊരു ഫോം കണ്ടുപിടിക്കുക ചെയ്യുന്നത്. ഇവിടെ 5 ആണല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്താ 1. അപ്പോൾ ഇവിടെ 5 വരണമെങ്കിൽ ഇതിനോട് എന്ത് കൂട്ടിയാൽ മതി? 4 കൂട്ടിയാൽ മതി. അപ്പോൾ എവിടെയും കൂടി കൂട്ടണം? എന്താ ഇവിടെയും കൂടി കൂട്ടണം. അപ്പം എസ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 4 കൂടി കൂട്ടി 5. അപ്പം ഇതിന് പകരം നമുക്കിതാ ഇങ്ങനെയും എഴുതാം ഇല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതി കൊടുക്കാം? ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 ഇൻറ്റു പ്ലസ് എസ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് 4 എന്ന് എഴുതി കൊടുത്തു. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ എന്താ വരിക? എസ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ. എസ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ആണ്. പ്ലസ് അതിനോടൊരു 1 കൂടി ചേർന്നാൽ എന്താ വരിക? ഇവിടെ 1 ആണ്. പ്ലസ് അതിനോടൊരു 1 കൂടി ചേർന്നാൽ എന്താ വരിക? എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 അല്ലേ? അപ്പോൾ എസ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് 1 പകരം നമുക്ക് എന്ത് എഴുതാം? എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2. അപ്പോൾ ഇതിന് പകരം ഞാൻ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 എന്ന് എഴുതി കൊടുക്കുന്നു. ഇനി നമുക്കറിയാം ഇതെന്താണ്? എൽ ഓഫ് വൈ ആണ്. നമുക്ക് വൈനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാൻ ഈ എല്ലിനെ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പം ഇവിടെയൊക്കെ എന്താ വരിക? എൽ ഇൻവേഴ്സ് ആണ് വരിക അല്ലേ? അപ്പം ഇതിൻ്റെ എൽ ഇൻവേഴ്സ് നമുക്കറിയാം. ഈ ഒരു ഫോമിൽ വരുന്നതിൻ്റെ എൽ ഇൻവേഴ്സ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ നമുക്കറിയാം. പക്ഷേ ഇങ്ങനെ വരുന്നതിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിനെ മാറ്റി എഴുതണം. ഇതിനെ മാറ്റി എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഇവിടെ ഇങ്ങനെ 2 ഇൻറ്റു വന്നു അല്ലേ? അങ്ങനെ വരാൻ പാടില്ല. ഇതിൻ്റെ നടുക്ക് എന്തെങ്കിലും ഒരു സൈന് വരണം. അപ്പോൾ നമ്മളിതിനെ നടുക്ക് എന്തെങ്കിലും ഒരു സൈന് വന്നാലേ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ എൽ ഇൻവേഴ്സ് അല്ല. ഇങ്ങനെ 2 വരുന്ന സമയത്ത്, ഈ മൾട്ടിപ്ലിക്കേഷനായിട്ട് വരുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടില്ല കണ്ടുപിടിക്കാൻ. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വേറൊരു ഫോമിലോട്ട് മാറ്റണം. അപ്പോൾ ഇതിനെ നമ്മൾ ഏത് രീതിയിലോട്ടാണോ മാറ്റുന്നത് അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് തന്നെ കിട്ടുകയും വേണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1/s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2. എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2. ഞാനൊന്ന് ജസ്റ്റ് ഇതിനെ മാറ്റി എഴുതി നോക്കട്ടെ. ഇതിനെ ഞാൻ 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 എന്ന് എഴുതി. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിത് കിട്ടുന്നുണ്ടോ നോക്കാം. എന്താ കിട്ടുന്നതെന്ന് നോക്കാമല്ലോ. എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ, മൈനസ് 1 ഇൻറ്റു
എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 അല്ലേ. ഇനി ഇവിടെ മുകളിൽ എന്താ വരിക? എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം പ്ലസ് എല്ലാം എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. ഡിവൈഡഡ് ബൈ ഇതേ സെയിം സാധനം തന്നെ വരും. ഇവിടെ ഈ പ്ലസ് എസ് സ്ക്വയറും മൈനസ് എസ് സ്ക്വയറും ക്യാൻസൽ ചെയ്തു പോകും. പ്ലസ് 2sഉം മൈനസ് 2sഉം ക്യാൻസൽ ചെയ്തു പോകും. പിന്നെ അവിടെ എന്താ ഉള്ളത്? മേലെ വരിക 5 മൈനസ് 3 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് ഇത് 5 മൈനസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2. അപ്പം 2 ഡിവൈഡഡ് ബൈ ഇവിടെ 5 മൈനസ് 2 ആണ്. 5 മൈനസ് 2 അപ്പം 5 മൈനസ് 2 3 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5. നമുക്ക് ഇതിനെ ഇപ്പം ഈ രീതിയിൽ എഴുതണമെങ്കിൽ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് തന്നെ കിട്ടണം അല്ലേ. പക്ഷേ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? 3 ഡിവൈഡഡ് ബൈ ഈ സംഭവം കിട്ടുന്നത്. നമുക്കിവിടെ 3 അല്ല വേണ്ടത്. എന്താ വേണ്ടത്? 1 ആണ് വേണ്ടത്. അപ്പോൾ ആ 3 പോക്കണമെങ്കിൽ ഇതിൻ്റെ കൂടെ എന്തുകൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ഒരു 1/3 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഒരു 1/3 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3യും 3യും വെട്ടിപ്പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ഇതിനെ നമുക്ക് 1/3 ഇൻറ്റു ഈ സംഭവമാക്കിയിട്ട് എഴുതാൻ പറ്റും. അതായത് 1/3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 മൈനസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ഇത് തന്നെ കിട്ടും. അതായത് ഇതിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം. ഇത് സോൾവ് ചെയ്താൽ കിട്ടിയില്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതണം? ഇങ്ങനെ മാറ്റി എഴുതണം. അപ്പോൾ ഇതിനെ ഞാൻ എങ്ങനെ എഴുതുന്നു? 1/3 ഇൻറ്റു 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 4 എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഈ 1/3നെ ഉള്ളിലോട്ട് എടുക്കാം. അപ്പം എന്താ വരിക? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനെയും ഇതിനെ നമുക്ക് ഒരുമിച്ച് കൂട്ടാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞതാ ഇപ്പോൾ ഒരു 3 ചോക്ലേറ്റ്സും 2 ചോക്ലേറ്റ്സ് കൂടി കൂട്ടി എത്ര കിട്ടും? 5 ചോക്ലേറ്റ്സ് കിട്ടും. ഇത് ഒരുപോലെ ആവണം. ഈ നമ്പേഴ്സിൻ്റെ കൂടെയുള്ള സാധനം സെയിം ആകണം അല്ലേ. ഇതേപോലെ നിങ്ങൾ നോക്ക്, ഇവിടെ 1/3 ആണ്. ഇവിടെ എന്താണ്? ഇവിടെ ഒന്നുമില്ല, 1 ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ഈ സംഭവം എന്താണ്? സെയിം സാധനം. അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് കൂട്ടിക്കൂടെ? അപ്പോൾ നമുക്ക് എന്തൊക്കെ തമ്മിലാണ് കൂട്ടേണ്ടത്? 1/3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 4 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 4. ഇത് തമ്മിൽ നമുക്ക് കൂട്ടണം. ഇതും ഇതും കേട്ടോ. ഇവിടെ -1/3 ആണ്. -1/3. അപ്പം ഇതെങ്ങനെയായിരുന്നു നമ്മൾ കൂട്ടുക? ഇതും ഇതും സെയിം സാധനമാണ് അല്ലേ. ഇതും സെയിം സാധനമാണെങ്കിൽ അതിൻ്റെ കൂടെയുള്ള നമ്പറുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. ഇതിൻ്റെ കൂടെയുള്ള നമ്പർ എന്താ? -1/3. ഇതിൻ്റെ കൂടെ നമ്മളൊന്നും കാണുന്നില്ല. അപ്പോൾ അവിടെ എന്ത് എഴുതണം? 1 എഴുതണം. -1/3 പ്ലസ് 1 എങ്ങനെയാണ് ചെയ്യാം? എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഗുണിക്കുക. 1 ഇൻറ്റു എന്താണ്? 3. ബാക്കി അവിടെ എന്താ ഉള്ളത്? ഒരു -1 പ്ലസ് ബൈ 3 അല്ലേ. -1 പ്ലസ് എങ്ങനെയത് ചെയ്യാം? ഈ -1 പ്ലസ് ഇതിനെ ഇങ്ങോട്ടേക്ക് ഗുണിച്ചിട്ട് എഴുതുക. അടിയിലുള്ളത് അതേപോലെ എഴുതുക. -1 പ്ലസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2/3. ഇതിനെ വേണമെങ്കിൽ ഇല്ലേ ഈ -1/3 പ്ലസ് 1നെ നിങ്ങൾക്ക് 1 - 1/3 എന്ന് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 1 എത്രയാ? 3. ഈ -1/3 അതേപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 2/3 കിട്ടും.
അപ്പോൾ ഇതെന്താ വരിക? 2/3 വരിക. അതിൻ്റെ കൂടെ ഒരുപോലുള്ള സാധനം എഴുതി കൊടുക്കണം. എന്താണ്? 1/s+1² + 4. ഇതിന് പകരം നമുക്ക് എന്തായിരുന്നു കിട്ടിയത്? +2/3 × 1/s+1² + 4. ഇതെന്താണ്? L(y). ഇനി നമുക്ക് y കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? L ഇൻവേഴ്സ് ആകും അല്ലേ? എല്ലിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ 1/3 × 1/s+1² + 1² L ഇൻവേഴ്സ് 2/3 × 1/s+1² + 4. ഇനിയോ ഈ കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കുക. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റിനെ പുറത്തെടുത്ത് എഴുതിയില്ലേ? ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും L ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. എന്താ? ആദ്യം ഇതിൻ്റെ കണ്ടുപിടിക്കാം. എന്താ? L ഇൻവേഴ്സ് 1/s+a² + b² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e⁻⁻at sin t ആണ്. നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. എൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാ കിടക്കുന്നത്? 1. ബീൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാ കിടക്കുന്നത്? 1. അപ്പോൾ ഇവിടെ എക്കും ഇവിടെ ബി ഉണ്ട്. ഇവിടെ എക്കും ഈ ബിക്കും പകരം നമുക്ക് എന്തിട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുത്താൽ അത് കിട്ടും. ഇനി നമുക്കിതാ L ഇൻവേഴ്സ് 1/s+1² + 4. അപ്പം നമുക്ക് അറിയുന്ന ഇക്വേഷൻ ഇതാണ്. L ഇൻവേഴ്സ് b/s+a² + b² ആണ്. ഇതാണ് നമുക്കറിയുന്നത് അല്ലേ? അപ്പം ഇവിടെ s+a² ഉണ്ട്. എൻ്റെ സ്ഥാനത്ത് അവിടെ ആരാ കിടക്കുന്നത്? 1. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരേണ്ടത്? b² ആണ്. അതായത് ഇതിനെ നമുക്ക് 2² എന്നും എഴുതാം. ഇവിടെ 4ന് പകരം നിങ്ങൾ 2² എന്ന് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ b = അവിടെ എന്ത് കിട്ടും? 2 കിട്ടും. പക്ഷേ ഇതാ ഇവിടെയും എന്ത് തന്നെ വരണം? b തന്നെ വരണം. ഇവിടെ പക്ഷേ എന്താ കിടക്കുന്നത്? 1 b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരേണ്ടത്? 2 ആണല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തെടുക്കുന്ന സമയത്ത് ഈ 2വിനെ ഇതാ ഇവിടെ അങ്ങ് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നിന്ന് നിങ്ങൾ 2/3നെ നമ്മളിപ്പോൾ ഇതാ 2/3നെ നമ്മളിപ്പം പുറത്തെടുത്തല്ലോ. ഈ 2/3ൽ 2വിനെ ഇവിടെ അങ്ങ് എഴുതി കൊടുക്കുക. എന്നിട്ട് 1/3 മാത്രം പുറത്തെടുത്താൽ മതി. അപ്പം നിങ്ങൾ നോക്കിക്കോതാ 2/s+1² + 2² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? e⁻⁻at. എൻ്റെ സ്ഥാനത്ത് ഞാൻ 1 കൊടുത്തു. cos bt. ബീൻ്റെ സ്ഥാനത്ത് എന്താ വരുന്നത്? 2. അപ്പോൾ നമുക്ക് കിട്ടി. ഇനി ഈ കിട്ടിയതൊക്കെ എവിടെ കൊടുക്കുക? എന്താ ഇതിന് പകരം കൊടുക്കുക. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇത് കോസ് അല്ല, ഇത് സൈൻ ആണ് കേട്ടോ. ഇവിടെ എസ് വരുമ്പോഴാണ് കോസ് ആവുക. ഇവിടെ ബി വരുമ്പോൾ എന്താണ്? സൈൻ ആണ്. അപ്പം ഇനി നമ്മുടെ y = എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ഞാൻ കൊടുത്തു. ഇതാ 1/3 × L ഇൻവേഴ്സ് 1/s+1² + 1² പകരം ഇത് കൊടുത്തു. +1/3 × L ഇൻവേഴ്സ് 2/s+1² + 2² പകരം ഞാൻ ഇതും കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ എന്താ ചെയ്തത്? ഈ 1/3യും e⁻⁻t എന്താ രണ്ടിലും ഉണ്ട് അല്ലേ? അതിനെ അങ്ങ് പുറത്തെടുക്കുക. ഇത് പോയാൽ പിന്നെ അവിടെ ആരാ ഉള്ളത്? sin t. ഇത് പോയാൽ പിന്നെ അവിടെ ആരാ ഉള്ളത്? sin 2t. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകാം. പ്രോബ്ലം 7. y +9y = 8 sin t, എപ്പോഴാണ് y +9y 8 sin t ആകുന്നത്? ടീൻ്റെ വാല്യൂ 0ക്കും പൈക്കും ഇടയിൽ വരുമ്പം. ഇനി y +9yൻ്റെ വാല്യൂ 0 ആകുന്നത് എപ്പോഴാണ്? t is greater than or equal to പൈ ആകുമ്പോൾ. y(0) 0 തന്നിട്ടുണ്ട്, y'(0) 4 തന്നിട്ടുണ്ട്. അപ്പം ഇതെന്താ ചോദ്യം പറയുന്നത്? അതായത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലാപ്ലേസ് നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടുപിടിച്ചപ്പം ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേരിയബിൾസ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? പക്ഷെ അതിന് പകരം ഇപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഫോർമാറ്റിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം ഈ ഫംഗ്ഷൻ്റെ ഫോർമാറ്റ് നമ്മൾ മാറ്റി എഴുതണം. വേരിയബിൾസിലോട്ട് മാറ്റി എഴുതണം. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുക? ഇതിന് മുൻപ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ പഠിച്ച സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഫംഗ്ഷൻ്റെ ഫോർമാറ്റ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എങ്ങനെ മാറ്റി എഴുതാമെന്ന് ഒരു 5-6 എണ്ണം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ മാറ്റി എഴുതാൻ പോകുന്നത്. ഇപ്പം ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒന്നാമത്തെ ഈ ഒരു ഫോമിലുള്ള ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം.
രണ്ടാമത്തത്. ഇനി ഇങ്ങനെയാണ് ഫംഗ്ഷൻ കിടക്കുന്നതെങ്കിലോ ഇങ്ങനെ എഴുതാം. ഇതാണെങ്കിൽ ഈ ഒരു ഫോർമാറ്റിൽ വരും. അടുത്തത് ഇതാണെങ്കിൽ ഇങ്ങനൊരു ഫോർമാറ്റിൽ വരും. ഇനി ഇതാണെങ്കിലോ ഈ ഒരു ഫോർമാറ്റിൽ വരും. അപ്പം ഈ 5 നിങ്ങൾ കാണാതെ പഠിക്കണം. എന്നിട്ട് നിങ്ങൾ നോക്കണം നമുക്ക് തരുന്ന ഫംഗ്ഷൻ ഏത് ഫോമിലാണെന്ന്. ചിലപ്പോൾ 3 തരും, ചിലപ്പോൾ 2 തരും. 2 തന്നാലും നിങ്ങൾ നോക്കണം ഇവിടെ തരുന്ന ലിമിറ്റ് കറക്റ്റ് ആണെന്ന്. ഇപ്പം നമുക്ക് തന്ന ഫംഗ്ഷൻ ഈ ഒരു ഫോമുല കിടക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കിതാ ഇങ്ങനെ മാറ്റി എഴുതാം. അപ്പോൾ ഞാനിതാ ഈ ഫംഗ്ഷൻ്റെ ഫോം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫോമുല കിടക്കുന്നത് നിങ്ങൾ നോക്ക്. g(t)ൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് 8 sin t, h(t)ൻ്റെ സ്ഥാനത്ത് 0. കറക്റ്റ് ലിമിറ്റ് കണ്ടോ കിടക്കുന്നത്? ഓക്കെ. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ ഈ രീതിയിൽ എഴുതാം? ഇവിടെ നിങ്ങൾ നോക്കുക. g(t)ൻ്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? 8 sin t അല്ലേ? ഇവിടെയുള്ള g(t) ആണ് ആദ്യം എഴുതേണ്ടത്. മൈനസ് ഒന്നും കൂടി g(t) എഴുതുക. ഇൻറ്റു u(t - a). എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്നത് നമുക്ക് എന്ന് പറയുന്നത് എന്താണ്? പൈ. പ്ലസ് h(t). h(t) എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് നമുക്ക് എന്താണ്? 0 ഇൻറ്റു u(t - പൈ). ഇത് ഫുൾ 0 ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ കിട്ടുക? 8 sin t മൈനസ് 8 sin t ഇൻറ്റു u(t - പൈ എന്ന് കിട്ടും ഇല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ മേലെയുള്ള ഇതിനെ മാറ്റി എഴുതി. അപ്പം y" പ്ലസ് 9y നമുക്ക് എങ്ങനെ എഴുതാം? അതായത് 8 sin t 0 0 t π t π എന്ന് പറയുന്നതാണ് ഇത്. അപ്പം y" പ്ലസ് 9y എന്ന് പറഞ്ഞാൽ എന്ത് വരും? 8 sin t മൈനസ് 8 sin t ഇൻറ്റു u(t - പൈ). ഇത് നേരത്തെ ചെയ്തതുപോലെ എഴുതാം. എങ്ങനെ? L കൊടുക്കുക കേട്ടോ രണ്ട് സൈഡിലും. L(y" പ്ലസ് 9 ഇൻറ്റു L(y) ഈക്വൽ ടു 8 ഇൻറ്റു L sin t മൈനസ് 8 ഇൻറ്റു L sin t ഇൻറ്റു u(t - പൈ). ഇനി L(y" കണ്ടുപിടിക്കണ്ട. അത് നമ്മൾ നേരത്തെ എഴുതി തന്നിട്ടുണ്ട്. അത് എഴുതാം. s² ഇൻറ്റു L(y) മൈനസ് s ഇൻറ്റു y(0) മൈനസ് y'(0) പ്ലസ് 9 ഇൻറ്റു L(y) ഈക്വൽ ടു L sin t എന്താ? 1/s² പ്ലസ് 1² മൈനസ് 8 ഇൻറ്റു ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? L sin t ഇൻറ്റു u(t - പൈ കണ്ടുപിടിക്കണം. L sin t ഇൻറ്റു u(t - പൈ നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം ഇവിടെ കൊടുക്കാൻ. അപ്പം നമ്മൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം? ബൈ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ഇതാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം വരുന്നത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തിൻ്റെ ലാപ്ലേസാണ്? L sin t ഇൻറ്റു u(t - പൈ. ഇതിൻ്റെ ലാപ്ലേസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പം ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ t - a ആവണം. ബാക്കിയൊക്കെ കറക്റ്റാണ്. അപ്പം നമ്മൾ ഈ sin tനെ എങ്ങനെ മാറ്റി എഴുതണം? sin t - a ഫോർമാറ്റിലോട്ട് മാറ്റി എഴുതണം. അപ്പം ഞാനിപ്പോൾ കൊടുക്കുക. എനിക്ക് വെറുതെ ഇപ്പം sin tക്ക് പകരം ഇപ്പം ഇവിടെ ഇപ്പം sin t - a ആയിക്കഴിഞ്ഞാൽ നമുക്കിത് അപ്ലൈ ചെയ്യാം അല്ലേ? അപ്പം ഇവിടുത്തെ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൈ ആണ്. അപ്പം sin t - പൈ ആക്കണം ഇവിടെ. എന്നാലേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു റൂളുണ്ട്. sin t - പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് sin t ആണ്. ഇതൊരു റിസൾട്ടാണ്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. പക്ഷേ നിങ്ങൾ നോക്കണം, നമുക്ക് sin tക്ക് പകരമാണ് ഇതാക്കി കൊടുക്കേണ്ടത് അല്ലേ? അപ്പം ഇവിടെ മൈനസ് ഇല്ലല്ലോ. ഇവിടെ മൈനസ് ഇല്ല, പക്ഷേ ഇവിടെ നമുക്ക് മൈനസ് വന്നു. സോ ഇവിടെ നിങ്ങൾ നോക്ക്, മൈനസ് ഇല്ലെങ്കിൽ sin tക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം?
ഇത് കൊടുക്കുക അല്ലേ. അപ്പോൾ ഈ മൈനസിനെ പോക്കണം. ഈ മൈനസിനെ പോക്കാൻ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ സൈൻ ടി മൈനസ് പൈ ഈക്വൽ ടു സൈൻ ടി ആകും. ഇവിടെ ഒന്നുകൂടി മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം അത് പ്ലസ് ആയി പോകും. അപ്പോൾ ഈ സൈൻ ടിക്ക് പകരം നമുക്ക് ഇനി എന്ത് കൊടുക്കാം? മൈനസ് സൈൻ ടി മൈനസ് പൈ കൊടുക്കാം. അപ്പോൾ എന്ത് വരും? എൽ ഓഫ് മൈനസ് സൈൻ ടി മൈനസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ എന്ന് കൊടുക്കാം. ഇപ്പം ക്ലിയർ ആയില്ലേ? ഇനി എന്താ ചെയ്യുന്നത്? ഞാൻ ഈ മൈനസിനെ പുറത്തെടുത്തു. അപ്പം എൽ ഓഫ് സൈൻ ടി മൈനസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. ഇനി നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? എന്താ ഇത് അപ്ലൈ ചെയ്യാം അല്ലേ. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇ റേസ് ടു മൈനസ് എ എസ്, എ എന്താണ്? പൈ, ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി. ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? എന്താ ഈ എഫ് ഓഫ് ടി അല്ലേ. അപ്പം നമുക്ക് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈൻ ടി. അപ്പോൾ എന്ത് വരും? ഇ റേസ് ടു മൈനസ് പൈ എസ് ഇൻറ്റു എൽ ഓഫ് സൈൻ ടി. ഇ റേസ് ടു മൈനസ് പൈ എസ് ഇൻറ്റു എൽ ഓഫ് സൈൻ ടി. എൽ ഓഫ് സൈൻ ടി നിങ്ങൾക്കറിയാലോ, 1/s² + 1² ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് പൈ എസ് ഡിവൈഡഡ് ബൈ s² + 1² എന്ന് കിട്ടും. ഇവിടെ നമ്മൾ മൈനസ് ഇടാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നോക്കണം. ദാ മൈനസ് എൽ ഓഫ് സൈൻ ടി മൈനസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഓഫ് സൈൻ ടി മൈനസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ ആണ് ഇ റേസ് ടു മൈനസ് പൈ എസ് എൽ ഓഫ് എഫ് ഓഫ് ടി. ഈ മൈനസ് അവിടെ ഇടാൻ വിട്ടുപോയേ. അപ്പോൾ ഈ മൈനസ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കും. ഇനി നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? ഇതായിരുന്നു. ഇവിടെ എന്തായിരുന്നു? -8 ഇൻറ്റു എൽ ഓഫ് സൈൻ ടി മൈനസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ ആണല്ലേ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എൽ ഓഫ് സൈൻ ടി മൈനസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മൈനസ് ഇ റേസ് ടു മൈനസ് പൈ എസ് ഡിവൈഡഡ് ബൈ s² + 1² ദാറ്റ് ഈസ് ഈക്വൽ ടു s² ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് എസ് ഇൻറ്റു 0. വൈ ഓഫ് 0ൻ്റെ വാല്യൂ 0 ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. മൈനസ് വൈ ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്, അതും ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 9 ഇൻറ്റു എൽ ഓഫ് വൈ ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ s² + 1². ഈ മൈനസും ചേർന്ന് +8 ആകും. ഇ റേസ് ടു മൈനസ് പൈ എസ് ഡിവൈഡഡ് ബൈ s² + 1² ആകും. ഇനി എങ്ങനെ വരിക? s² ഇൻറ്റു എൽ ഓഫ് വൈ ഇതെന്തായിപ്പോയി? 0 ആയിപ്പോയി. -4 + 9 ഇൻറ്റു എൽ ഓഫ് വൈ ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ s² + 1² + 8 ഇ റേസ് ടു മൈനസ് പൈ എസ് ഡിവൈഡഡ് ബൈ s² + 1² എന്ന് വരും. ഇനി നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? എൽ ഓഫ് വൈ വരുന്നതൊക്കെ നമ്മൾ പുറത്തെടുക്കും അല്ലേ. അപ്പം ഇവിടെ എൽ ഓഫ് വൈ ഉണ്ട്. ഞാൻ അവിടെ നിന്ന് എൽ ഓഫ് വൈനെ പുറത്തെടുത്താൽ പിന്നെ അവിടെ s² അല്ലേ ഉള്ളൂ. ഇവിടെ എൽ ഓഫ് വൈന്ന് പുറത്തെടുത്താൽ പിന്നെ അവിടെ 9 മാത്രമേ ഉള്ളൂ. ബാക്കി എൽ ഓഫ് വൈ ഇല്ലാത്ത 4നെ ഞാൻ അതുപോലെ എടുത്തെഴുതി. ഈക്വൽ ടു എന്ത് വരും? 8 ഡിവൈഡഡ് ബൈ s² + 1² + 8 ഇ റേസ് ടു മൈനസ് പൈ എസ് ഡിവൈഡഡ് ബൈ s² + 1² എന്ന് വരും. ഇനി ഈ 4നെ എനിക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോയിക്കൂടെ? അപ്പോൾ എന്താ വരിക? എൽ ഓഫ് വൈ ഇൻറ്റു s² + 9 ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ s² + 1² + 8 ഇ റേസ് ടു മൈനസ് പൈ എസ് ഡിവൈഡഡ് ബൈ s² + 1² + 4. -4 അപ്പുറത്തോട്ട് പോയപ്പോൾ എന്തായി? +4. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുക? ഇത് നിങ്ങൾക്ക് അറിയാം അല്ലേ, ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ. 8 ഡിവൈഡഡ് ബൈ s² + 1² + 8 ഇ റേസ് ടു മൈനസ് പൈ എസ് + 4 ഡിവൈഡഡ് ബൈ s² + 1² എന്ന് വരും ഇല്ലേ. 4 ഇൻറ്റു s² + 1² ഉണ്ട് കേട്ടോ. അതെങ്ങനെയാണ് ചെയ്യുക? ഈ 4നെ ഇങ്ങോട്ടേക്ക് ഇൻറ്റു ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ എഴുതുക, ബാക്കിയുള്ളത് അതേപോലെ ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾ നോക്ക്, അടിയിലുള്ള ടേം ഒരുപോലെയാണ്. നമുക്കറിയാം 1/2 + 2/2 അല്ലെ 1/2 + 5/2നെ നമുക്ക് എങ്ങനെ എഴുതാം? അടിയിലുള്ളത് ഒരുപോലെയാണെങ്കിൽ മേലെ തമ്മിലുള്ളത് കൂട്ടിയിട്ട് താഴത്തത് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതെന്ത് ചെയ്താൽ മതി? ഇവിടെ സെയിം സാധനം ആയതുകൊണ്ട് ഇത് തമ്മിൽ കൂട്ടിയിട്ട് താഴെയുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 8 + 8 ഇ റേസ് ടു മൈനസ് പൈ എസ് + 4 ഇൻറ്റു s² + 1² ഡിവൈഡഡ് ബൈ s² + 1² എന്ന് വരും.
ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, നമുക്ക് എൽ ഓഫ് വൈനെ വേണം. ഇനി ഈ സാധനത്തിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകും. അപ്പോൾ അവിടെ ഗുണിച്ചത് ഇവിടെ ചെല്ലുമ്പോൾ എന്താകും, ഹരണമാകും. അപ്പോൾ എന്ത് വരും, എൽ ഓഫ് വൈ ഈക്വൽ ടു 8 പ്ലസ് 8 e⁻⁻s പ്ലസ് 4 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 9i. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ രണ്ടിലും 8 കോമൺ ആണ്. ഞാൻ ആ 8നെ പുറത്തെടുത്തു. ഇവിടെ നിന്ന് 8 പോയാൽ പിന്നെ 1 അല്ലേ ഉള്ളൂ. ഇവിടെ നിന്ന് 8 പോയാൽ e⁻⁻s പ്ലസ് 4 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 9 അല്ലേ. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഈ നടുക്ക് വെച്ചിട്ട് നമുക്കങ്ങ് സ്പ്ലിറ്റ് ആക്കാം. ഇതിനെ അങ്ങ് രണ്ടാക്കാം. 8 ഇൻറ്റു 1 പ്ലസ് e⁻⁻s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എസ് സ്ക്വയർ പ്ലസ് 9 പ്ലസ് 4 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 9. ഇതും വെട്ടിപ്പോകൂലേ. അപ്പോൾ എന്ത് വരും, 8 ഇൻറ്റു 1 പ്ലസ് e⁻⁻s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 9 പ്ലസ് 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9i. ഇതെന്താണ്, എൽ ഓഫ് വൈ അല്ലേ. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്, വൈ ആണ്. അപ്പോൾ ഞാൻ ഈ എല്ലിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ എന്തായി പോകും, എൽ ഇൻവേഴ്സ് ആകും. ഇതിൻ്റെ എൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടാകും. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ അടിയിൽ 2 ഇക്വേഷൻസ് ഇങ്ങനെ ഇൻറ്റു ചെയ്ത് വന്ന എൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ഈ ഇക്വേഷനെ നമ്മൾ വേറൊരു ഫോർമാറ്റിലോട്ട് മാറ്റും. അപ്പം ഇതാണ് നമ്മളെ എൽ ഓഫ് വൈ അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഈ രീതിയിൽ നിന്ന് മാറ്റണം. അപ്പോൾ ഇതിനെങ്ങനെ മാറ്റാമെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇവിടെ എന്താ 1 പ്ലസ് e⁻⁻s ഇതിനെ ഇങ്ങോട്ടേക്ക് മാറ്റിയാൽ പിന്നെ അവിടെ എന്താ ഉള്ളത്, 8 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 9. ഇങ്ങനെ എഴുതാമല്ലോ നമുക്കിതിനെ, ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി ഇതിനെ ഞാൻ വേറൊരു രീതിയിൽ എഴുതാൻ പോകാം. അതായത് ഇപ്പം എന്താ 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9. ഇത് ചെയ്താൽ നമുക്ക് എന്താ കിട്ടാം, എങ്ങനെയാണ് ചെയ്യുക, ആദ്യം 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 9 എന്താണ്, എസ് സ്ക്വയർ പ്ലസ് 9 മൈനസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 അല്ലേ ഡിവൈഡഡ് ബൈ, ഇനി ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. എങ്ങനെയല്ലേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 9. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്താ വരിക, എസ് സ്ക്വയർ പ്ലസ് 9 മൈനസ് എസ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 9 ആകും ഇല്ലേ. ഇവിടെയോ ഈ മൈനസും വെട്ടിപ്പോകും. ബാക്കി എന്താ വരിക, 9 മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 9. 9 മൈനസ് 1 എന്താ, 8 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 9. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ എന്താ കിടക്കുന്നത്, 8 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 9 ആണല്ലേ. അപ്പം 8 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 9 നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്, ഇതാ ഇങ്ങനെ എഴുതിയാൽ കിട്ടും. അതായത് ഇതിനെ നമുക്ക് ഏത് രീതിയിൽ എഴുതാം, എന്താ ഇങ്ങനെ എഴുതാം അല്ലേ. നിങ്ങൾ നോക്കുക, അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം അല്ലേ കിട്ടുന്നത്. അപ്പം ഈ ഒരു സംഭവത്തിനെ ഇതാ ഇങ്ങനെ ആക്കി എഴുതാം. മനസ്സിലാവുന്നുണ്ടോ, ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതി, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ എഴുതാം. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് ഏത് രീതിയിൽ എഴുതാം, 1 പ്ലസ് e⁻⁻s ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 പ്ലസ് 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ഒക്കെ എഴുതി. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനുള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്താ വരിക, 1 പ്ലസ് e⁻⁻s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ മൈനസ് 1 പ്ലസ് e⁻⁻s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 പ്ലസ് 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9. ഇതെന്താണ്, എൽ ഓഫ് വൈ ആണ്.
ഇനി നമ്മൾ നേരത്തെ സ്പ്ലിറ്റ് ചെയ്ത പോലെ ഞാൻ ഈ നടുക്ക് പ്ലസ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ എന്താ വരിക? 1/s² + 1² പ്ലസ് e⁻⁻s ഡിവൈഡഡ് ബൈ s² + 1² മൈനസ് ഇതും സ്പ്ലിറ്റ് ചെയ്ത് എന്താ വരിക? 1/s² + 9. ഈ മൈനസും പ്ലസും ഇൻറ്റു ചെയ്ത് എന്തായി പോകും? മൈനസ് ആയി പോകും. e⁻⁻s ഡിവൈഡഡ് ബൈ s² + 9 പ്ലസ് 4 ഡിവൈഡഡ് ബൈ s² + 9. ഇതെന്താണ്? എൽ ഓഫ്. ഇനി നിങ്ങളിവിടെ നോക്ക്, ഈ 1/s² + 9ഉം 4/s² + 9ഉം തമ്മിൽ കൂട്ടിക്കൂടെ? എങ്ങനെയാണ് കൂട്ടുക? ഇവിടെ -1 ആണ്. -1/s² + 9 പ്ലസ് 4/s² + 9 എങ്ങനെയാണ് കൂട്ടുക? അടിയിലുള്ള ഒരേ സാധനമാണെങ്കിൽ മേലെ തമ്മിലുള്ളത് അങ്ങ് കൂട്ടിയിട്ട് അടിയിലുള്ളത് എഴുതി കൊടുത്താൽ പോരെ? -1 + 4 എന്താ? 3. അപ്പോൾ 3/s² + 9 എന്ന് കിട്ടും. അപ്പം ഇതിനെയും കൂടി നമുക്ക് എങ്ങനെ എഴുതാം? 3/s² + 9 എന്ന് കിട്ടും. ബാക്കിയുള്ളത് അതേപോലെ എഴുതി കൊടുക്കാം. ഇതെന്താണ്? എൽ ഓഫ് y ആണ്. ഇനി y കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എല്ലിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പം y = L ഇൻവേഴ്സ് ഓഫ് 1/s² + 1² പ്ലസ് L ഇൻവേഴ്സ് ഓഫ് e⁻⁻s ഡിവൈഡഡ് ബൈ s² + 1² പ്ലസ് L ഇൻവേഴ്സ് ഓഫ് 3 ഡിവൈഡഡ് ബൈ s² + 9 പ്ലസ് L ഇൻവേഴ്സ് ഓഫ് 4 ഡിവൈഡഡ് ബൈ s² + 9 അല്ലേ? ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും എൽ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം എന്താ വേണ്ടത്? എൽ ഇൻവേഴ്സ് ഓഫ് 1/s² + 1². ഇത് നമുക്കറിയാം എന്താണ്? sin t ആണ് അല്ലേ? അടുത്തതോ എൽ ഇൻവേഴ്സ് ഓഫ് e⁻⁻s ഡിവൈഡഡ് ബൈ s² + 1². ഒരു റിസൾട്ട് ഉണ്ട്. സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം വെച്ചിട്ട് നമുക്ക് എഴുതാം. L ഇൻവേഴ്സ് ഓഫ് e⁻⁻as L ഓഫ് f ഓഫ് t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് എഴുതാം. ഇതെന്താണ്? സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറാണ് അല്ലേ? നമുക്ക് ഇവിടെ എന്താണ്? e⁻⁻s ഇൻറ്റു ഇതെന്താണ്? 1/s² + 1². ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അതിന് നമുക്കിവിടെ എന്ത് വരണം? ഇവിടെ നമുക്ക് f ഓഫ് t കണ്ടുപിടിക്കണം അല്ലേ? L ഓഫ് f ഓഫ് ടീൻ്റെ സ്ഥാനത്ത് ഇതിൻ്റെ കൂടെ ഉള്ളതാണ് L ഓഫ് f ഓഫ് t അല്ലേ? ഇതിൻ്റെ കൂടെ ഉള്ളതാണ് L ഓഫ് f ഓഫ് t. അതിന് പകരം ഇവിടെ എന്താ കിടക്കുന്നത്? L ഓഫ് f ഓഫ് ടിക്ക് പകരം ഇവിടെ എന്താ കിടക്കുന്നത്? 1/s² + 1². അപ്പം f ഓഫ് ടി കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതി? എല്ലിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. L അങ്ങോട്ട് പോകുമ്പം അത് L ഇൻവേഴ്സ് ആകും. L ഇൻവേഴ്സ് ഓഫ് 1/s² + 1² എന്താണ്? തൊട്ട് മുമ്പിൽ എഴുതി വെച്ചതാണ് sin t ആണ്. അപ്പം f ഓഫ് ടി നമുക്ക് എന്ത് കിട്ടി? sin t കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, f ഓഫ് t - a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടി എന്തായി മാറും? ഇവിടെ ടി എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ടി വന്നു. ഇവിടെ t - a എന്ന് പറയുമ്പോൾ ടി എന്തായിട്ട് മാറും? t - a ആയിട്ട് മാറും. നമ്മളെ ക്വസ്റ്റ്യനിൽ എൻ്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? പൈ ആണ്. ക്ലിയർ ആയോ? അപ്പം നമ്മുടെ ഇതെന്താ വരിക? എഫ് ഓഫ് t - a നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. എന്താണ്? sin t - പൈ ഇൻറ്റു u ഓഫ് t - പൈ എന്ന് കിട്ടും. ഒരെണ്ണം കിട്ടിയല്ലോ. ഇനി അടുത്തത് ഏതാ? L ഇൻവേഴ്സ് 3 ഡിവൈഡഡ് ബൈ s² + 9 അല്ലേ? L ഇൻവേഴ്സ് 3 ഡിവൈഡഡ് ബൈ s² + 9. ഇത് നമുക്കറിയാം എന്താണ്? sin 3t ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3² വരും അല്ലേ? a ഡിവൈഡഡ് ബൈ s² + a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ L ഇൻവേഴ്സ് എന്താണ്? sin 80 ആണ്. അപ്പോൾ അടുത്തത് കിട്ടി. അടുത്തത് എന്താ? L ഇൻവേഴ്സ് 4 ഡിവൈഡഡ് ബൈ s² + 9 അല്ലേ? 4 ഡിവൈഡഡ് ബൈ s² + 9. അപ്പം ഇതിനെങ്ങനെ എഴുതാം? L ഇൻവേഴ്സ് 4 ഡിവൈഡ് ബൈ s² + 3² എന്ന് എഴുതാം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വരുന്ന 3 തന്നെ ഇവിടെയും വരുവാണെങ്കിൽ അതിനെ നമുക്ക് sin 3t എന്ന് പറഞ്ഞ് എഴുതാം. ഇവിടെ എഴുതിയല്ലോ, ഇതേ സാധനം ഇവിടെയും വരണം എങ്കിലേ sin 80 എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇവിടെ എന്ത് വരണം? 3 വരണം. അപ്പം ഇവിടെ നമുക്ക് വെറുതെ ഒരു 3 ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ഞാൻ 4നെ പുറത്തെടുക്കാം. 4നെ പുറത്തെടുത്താൽ 4 ആവശ്യമില്ലല്ലോ. L ഇൻവേഴ്സ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് എഴുതാം ഇല്ലേ? ഇനി നമുക്കിവിടെ എന്താ വരേണ്ടത്? 3 വരേണ്ടത്. അപ്പോൾ 1ന് നമുക്ക് വെറുതെ 3 ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ 1 അല്ലേ ഇപ്പോൾ കിടക്കുന്നത്? ഇതാ ഇവിടെ ഇപ്പോൾ കിടക്കുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ നമുക്കറിയാം 3/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1ന് പകരം എന്ത് കൊടുക്കാം? 4 ഇൻറ്റു L ഇൻവേഴ്സ് 3/3 ബൈ എസ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് കൊടുക്കാം. 1ന് പകരം നമുക്ക് ഇങ്ങനെ കൊടുക്കാം. നമുക്കിവിടെ എന്താ ആവശ്യം? 3. ബാക്കിയുള്ള 1/3നെ അങ്ങ് പുറത്തെടുക്കുക. അപ്പം L ഇൻവേഴ്സ് 3 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 4/3 ഇൻറ്റു L ഇൻവേഴ്സ് 3 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്താ? അതാ സൈൻ 3t. അപ്പോൾ അടുത്തതും കിട്ടിയല്ലോ. അപ്പോൾ 3 എണ്ണം കിട്ടി. ഇനി ഒരെണ്ണം കൂടി ഇല്ലേ കണ്ടുപിടിക്കാൻ? എന്തായിരുന്നു? ഇതാ L ഇൻവേഴ്സ് നേരത്തെ നമ്മൾ ഇതാ ഇതും കൂടി ചേർത്തിട്ടാണ് 3 എന്ന് പറഞ്ഞ് എഴുതിയത്. അപ്പോൾ ഇത് ഞാൻ പിന്നെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എഴുതാണ്ട് പോയ സാധനം എന്താ? ഇതാണ്. ഇത് നമ്മൾ വിട്ടുപോയതാണ് എഴുതാൻ. അതേപോലെ തന്നെയാണ് അപ്പം ഇവിടെയും മൈനസ് e⁻⁻s ആട്ടോ വരുന്നത്. ആ ഒരു മാറ്റമുള്ളൂ. അതായത് നമ്മൾ ഇതും കൂടി ചേർന്ന് ഇത് എഴുതി വെച്ചു. പിന്നെ നമ്മൾ എഴുതിയപ്പം നമ്മളിതാ ഇതിന് പകരം കൊണ്ടുപോയിട്ട് ഇതാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് മാറ്റുക. അപ്പോൾ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് എന്തിൻ്റെ L ഇൻവേഴ്സാ? L ഇൻവേഴ്സ് ഇതിൻ്റെത് എന്താ? അത് e⁻⁻s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9. ഇതിൻ്റെ L ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം എന്തായിരുന്നു? L ഇൻവേഴ്സ് e⁻⁻as ഇൻറ്റു L ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ആണ് അല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? L ഇൻവേഴ്സ് e⁻⁻s ഇൻറ്റു 1/s സ്ക്വയർ പ്ലസ് 9ന് പകരം ഞാൻ 3 സ്ക്വയർ എന്ന് എഴുതി. അപ്പം ഇതാ L ഓഫ് എഫ് ഓഫ് ടീൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ കിടക്കുന്നത്? എന്താ L ഓഫ് എഫ് ഓഫ് ടീൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത്? 1/s സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. അപ്പം എഫ് ഓഫ് ടി കണ്ടുപിടിക്കണമെങ്കിൽ എല്ലിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകുക. L ഇൻവേഴ്സ് 1/s സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. നമുക്കറിയാം ഇതിൻ്റെ ഇൻവേഴ്സ് നമ്മൾ പഠിച്ചിട്ടില്ല. ഈ 3 തന്നെ ഇവിടെ വരണം. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ സൈൻ 3t എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ ഈ 1നെ നിങ്ങൾ നേരത്തെ കൊടുത്തതുപോലെ എന്താക്കി കൊടുക്കുക? 3/3 കൊടുക്കുക. എസ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. എന്നിട്ടോ ആവശ്യമില്ലാത്ത 1/3നെ പുറത്തെടുക്കുക. L ഇൻവേഴ്സ് എസ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു L ഇൻവേഴ്സ് 3 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്താ? സൈൻ 3t കിട്ടും. അപ്പോൾ എഫ് ഓഫ് ടി എന്താണ്? 1/3 ഇൻറ്റു സൈൻ 3t. നമുക്ക് എന്താ വേണ്ടത്? എഫ് ഓഫ് ടി മൈനസ് എ ആണ് അല്ലേ? അപ്പം എഫ് ഓഫ് ടി മൈനസ് എ എന്താകും? 1/3 ഇൻറ്റു സൈൻ 3. ടി എന്തായി മാറും? ടി മൈനസ് എ ആയി മാറും. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? പൈ ആണ്. അപ്പോൾ സൈൻ 3 ഇൻറ്റു ടി മൈനസ് പൈ ആയിട്ട് മാറും. അപ്പോൾ ഓരോന്നിനും കിട്ടിയല്ലോ. ഇനി അത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. y ഈക്വൽ ടു L ഇൻവേഴ്സ് 1/s സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്തായിരുന്നു? സൈൻ ടി ആയിരുന്നു. L ഇൻവേഴ്സ് e⁻⁻s എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ e⁻⁻s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു കണ്ടുപിടിച്ചത്? സൈൻ ടി മൈനസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. സൈൻ ടി മൈനസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ പ്ലസ് ഇത് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു? 4/3 ഇൻറ്റു 4/3 അല്ല സൈൻ 3t അല്ലേ? സൈൻ 3t മൈനസ് ഇതെന്തായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്? 1/3 ഇൻറ്റു സൈൻ 3 ഇൻറ്റു ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എക്ക് പകരം പൈ ആണ്. ഇവിടെയും പൈ വരും. യു ഓഫ് ടി മൈനസ് പൈ. അപ്പോൾ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമ്മൾ ഇതിനെ ഫംഗ്ഷൻ്റെ ഫോർമാറ്റ്. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സൈൻ 3t ഉണ്ടല്ലോ. ഇതിനെ ഞാനിതാ ആദ്യമാക്കി എഴുതാൻ പോവുകയാണ്. സൈൻ ടി മൈനസ് ടി പ്ലസ് സൈൻ 3t. ബാക്കിയുള്ള ഈ ടേം അതേപോലെ എഴുതി കൊടുക്കുക. ഇതിനെ ഞാൻ ആദ്യം എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. സൈൻ ടി മൈനസ് പൈ ഇൻറ്റു
u of t minus pi minus 1/3 into sin 3t minus pi into u of t minus pi. ഇങ്ങനെ എഴുതി. ഇനി ഒരു റിസൾട്ട് ഉണ്ട്. സൈൻ ടി മൈനസ് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ ടി ആണ്. സൈൻ 3t മൈനസ് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ 3t ആണ്. ഈ റിസൾട്ട് നമുക്കിവിടെ അപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് വരും? സൈൻ ടി പ്ലസ് സൈൻ 3t, ഇതിന് പകരം എന്താ വരിക? മൈനസ് സൈൻ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ മൈനസ് 1/3, ഇതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇൻറ്റു മൈനസ് സൈൻ 3t ഇൻറ്റു ഇവിടെയുള്ള യു ഓഫ് ടി മൈനസ് പൈ ഈക്വൽ ടു എന്ത് വരും? സൈൻ ടി പ്ലസ് സൈൻ 3t മൈനസ് സൈൻ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. ഈ മൈനസും മൈനസും പ്ലസ് ആകും, പ്ലസ് 1/3 സൈൻ 3t ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് നമുക്ക് തന്നിട്ടുള്ളത് ഏത് രീതിയിലാണ്? ഒരു ഫംഗ്ഷൻ്റെ ഫോമുല അല്ലേ? ഇതാ ഈ ഫോർമാറ്റിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നത്. അപ്പം ആൻസർ എന്താ? വൈ കണ്ടുപിടിക്കുന്നതായിരുന്നു ആൻസർ. വൈ നമുക്ക് കിട്ടി. പക്ഷേ ആ വൈനെ നമ്മൾ ഈ ഫോർമാറ്റിലോട്ട് മാറ്റണം. അപ്പം ഇതേ ഫോർമാറ്റിലോട്ട് നമുക്ക് മാറ്റണം. ജി ഓഫ് ടി മൈനസ് ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ പ്ലസ് എച്ച് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഫോർമാറ്റിലോട്ട് ഇപ്പം തന്നിട്ടുള്ള വൈനെ നമുക്ക് മാറ്റണം. ഇനി അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പം നമുക്കിതാ ഈ കിട്ടിയ വൈനെ ഇങ്ങനെ ഈ രീതിയിലോട്ട് മാറ്റണം. അപ്പം ഇത് നമുക്കിതാ ആദ്യത്തേത് എന്താ? ജി ഓഫ് ടി. ഇത് നമുക്ക് ജി ഓഫ് ടി ആക്കി എടുക്കാം. ഇവിടെ ജി ഓഫ് ടി വന്നാൽ മൈനസിൻ്റെ അപ്പുറത്തും ജി ഓഫ് ടി വരണം. പക്ഷേ ഈ സെയിം ജി ഓഫ് ടി ഇവിടെ വരുന്നുണ്ടോ? ഇവിടെ സൈൻ ടി മാത്രമല്ലേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഒരു പ്ലസ് സൈൻ 3t കൂടി വന്നാലല്ലേ ഇവിടെ ജി ഓഫ് ടി ആകുള്ളൂ. അപ്പം നമുക്കതിനെ മാറ്റാം. അതിന് ഞാൻ ഒന്നുകൂടി ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, സൈൻ ടി പ്ലസ് സൈൻ 3t, എന്നിട്ട് ഞാൻ ഈ യു ഓഫ് ടി മൈനസ് പൈനെ അങ്ങോട്ട് പുറത്തെടുക്കാം. ഒരു മൈനസിനെയും ഒരു യു ഓഫ് ടി മൈനസ് പൈനെയും ഞാൻ പുറത്തെടുത്തു. ഇവിടെ നിന്ന് ഈ മൈനസും യു ഓഫ് ടി മൈനസ് പൈയും പോയാൽ പിന്നെ അവിടെ എന്താ ഉള്ളത്? സൈൻ ടി അല്ലേ? ഇവിടെ നിന്ന് ഈ യു ഓഫ് ടി മൈനസ് പൈയും ഈ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്കറിയാം? 2 മൈനസ് ആണ് അല്ലേ? നമ്മൾ പുറത്തെടുക്കുന്നത് ഒരു മൈനസിനെയും ഒരു യു ഓഫ് ടി മൈനസ് പൈനെയും. അപ്പം ഈ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മൈനസാണ്. അതിൽ നിന്ന് ഒരു മൈനസ് നമ്മളിവിടെ പുറത്തെടുത്തു. ഇവിടെ നിന്നുള്ള ഒരു യു ഓഫ് ടി മൈനസ് പൈയും നമ്മൾ പുറത്തെടുത്തു. പിന്നെ അവിടെ ആരാ ഉള്ളത്? ഒരു മൈനസും ബാക്കിയുള്ള 1/3 സൈൻ 3t ആണ് പിന്നെ അവിടെ ഉള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ചെയ്യേണ്ടത് y ഈക്വൽ ടു സൈൻ ടി പ്ലസ് സൈൻ 3t മൈനസ് യു ഓഫ് ടി മൈനസ് പൈ ഇൻറ്റു, ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അതായത് ഈ ഫോം കിട്ടണം നമുക്ക്. അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് സൈൻ ടി അതായത് ഇവിടെ നമ്മൾ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ടി മൈനസ് 1/3 സൈൻ 3tനെ നമ്മളിതാ ഈ രീതിയിലോട്ട് മാറ്റി എഴുതി. ഇതിനെ നമ്മൾ ഈ രീതിയിലോട്ട് മാറ്റി എഴുതി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? സൈൻ ടി മൈനസ് 1/3 സൈൻ 3t. നിങ്ങൾ നോക്കുക ഇതെങ്ങനെയാണ് ചെയ്യുക? നമുക്കറിയാം 1 മൈനസ് 1/2 എങ്ങനെയാണ് ചെയ്യുക? ഈ 2നെ അങ്ങോട്ട് ഇൻറ്റു ചെയ്യുക 2, ബാക്കിയുള്ള മൈനസ് 1/2 അതേപോലെ ഇട്ട് കൊടുക്കുക. അതേപോലെ ഇതെങ്ങനെയാണ് ചെയ്യുക? ഈ 3നെ ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യുക 3 സൈൻ 3t, 3 ഇൻറ്റു സൈൻ 3t 3 സൈൻ 3t, ബാക്കിയുള്ള 4 സൈൻ 3t, പിന്നെ അടിയിലുള്ള 3 ഞാൻ അതേപോലെ ഇട്ട് കൊടുത്തു. ഇനി
3 സൈൻ 3t-ന്ന് 4 സൈൻ 3t പോയാൽ എന്താ വരിക? നമുക്കറിയാം 4-ൽ നിന്നും 3 പോയാൽ ഒരെണ്ണ വരിക അല്ലേ? പക്ഷേ ചെറുതിൽ നിന്നും വലുത് കുറയ്ക്കുമ്പോൾ നമുക്ക് അവിടെ മൈനസ് വരും. 3-ൽ നിന്നും 4 കുറച്ചാൽ എന്താ? മൈനസ് ആണ്. അപ്പോൾ 3 സൈൻ 3t-യിൽ നിന്നും 4 സൈൻ 3t കുറച്ചാൽ മൈനസ് സൈൻ 3t ആണ് വരിക, ഡിവൈഡഡ് ബൈ 3. ഈ 1/3 അല്ലാണ്ട് എടുത്ത് എഴുതിക്കൂടെ? ഇപ്പം നിങ്ങൾ നോക്ക്, ഇതാ ഈ ഒരു സാധനത്തിനെ ഞാനിതാ ഇങ്ങനെയാക്കി എഴുതി. ഇനി നമുക്ക് ഇതിൽ കൊടുക്കാം. എന്ത് വരും? y ഈക്വൽ ടു സൈൻ ടി പ്ലസ് സൈൻ 3t മൈനസ് യു ഓഫ് ടി മൈനസ് പൈ ഇൻറ്റു സൈൻ ടി പ്ലസ് സൈൻ 3t മൈനസ് 4/3 സൈൻ 3t മൈനസ് 4/3 സൈൻ 3t എന്ന് എഴുതി. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ y ഈക്വൽ ടു സൈൻ ടി പ്ലസ് സൈൻ 3t മൈനസ് സൈൻ ടി പ്ലസ് സൈൻ 3t. ഇതിനെ നമുക്ക് ഒരുമിച്ചെടുക്കാം. സൈൻ ടി പ്ലസ് സൈൻ 3t ഇത് ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. ഇനി മൈനസ് ഇൻറ്റു മൈനസ് അതെന്താകും? പ്ലസ് 4/3 സൈൻ 3t ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഫോർമാറ്റിൽ കിട്ടി. നമുക്ക് കിട്ടേണ്ട ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഓഫ് ടി മൈനസ് ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഇൻറ്റു പ്ലസ് എച്ച് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. ഈ രീതിയിലാണ് നമുക്ക് y കിട്ടേണ്ടിയിരുന്നത്. ജി ഓഫ് ടീൻ്റെ സ്ഥാനത്ത് ഇവിടെ സൈൻ ടി പ്ലസ് 3 സൈൻ ടി മൈനസ് ജി ഓഫ് ടി, ഇതാ മൈനസ് സൈൻ ടി പ്ലസ് 3 സൈൻ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. പിന്നെ ഇതാ എച്ച് ഓഫ് ടീൻ്റെ സ്ഥാനത്ത് 4/3 സൈൻ 3t ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ കിട്ടിയല്ലോ. ഇനി ഇത് എങ്ങനെയായിരുന്നു ഫംഗ്ഷനാക്കി റെപ്രസെൻറ്റ് ചെയ്യാം? ഇതിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് ടി ഈക്വൽ ടു ജി ഓഫ് ടി എച്ച് ഓഫ് ടി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് ടിക്ക് പകരം നമുക്ക് y കൊടുക്കാം. y ഈക്വൽ ടു ജി ഓഫ് ടീൻ്റെ സ്ഥാനത്ത് ആരാണ് ഇവിടെ? സൈൻ ടി പ്ലസ് സൈൻ 3t. എച്ച് ഓഫ് ടീൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ കിടക്കുന്നത്? 4/3 സൈൻ 3t. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി.